ഇന്ന് ബീഫ് ഫ്രൈ തിന്നാനായിട്ട് ഒന്ന് കൊതി വന്നു എനിക്ക്. അപ്പം ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഫ്രീസറിൽ കുറച്ച് വേവിച്ച ബീഫ് ഉണ്ടായിരുന്നു. അത് പുറത്ത് വെച്ച് ഒന്ന് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ചൂടാക്കി വെച്ച ബീഫ് അതിലിട്ട് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിൽ ചേർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തേങ്ങാക്കൊത്ത് ഞാൻ ഫ്രൈ ചെയ്തില്ല. അപ്പോൾ വേറൊരു ചീനച്ചട്ടി വെച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് തട്ടിക്കൊടുത്ത് സിമ്മിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ചധികം സമയം ഇത് വെക്കണം കേട്ടോ. ശരിക്കും കുറേ സമയം വെക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ സെറ്റായിട്ട് വരും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ടേസ്റ്റ് ഒരു 4 കഷ്ണം ഉണ്ടെങ്കിൽ ചോറ് തിന്നെ അതുപോലെയായിരുന്നു. ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഉപ്പും ചതച്ച മുളകും കൂടി ചേർത്തു കേട്ടോ.